ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാകും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടിവരും. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ സമയം കാണൂ. ഏത് സാഹചര്യത്തിലും മുന്നോട്ടു പോകാൻ തയ്യാറായി ഇറങ്ങൂ. എന്നാൽ നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാം. അവഗണിക്കുന്നവരുടെ പരിഗണനയ്ക്കായി കാത്തുനിൽക്കാതെ അത്രമേൽ വേഗത്തിൽ അതെല്ലാം മറന്ന് ജീവിതത്തിൽ മുന്നോട്ടു പോകുക എന്നതാണ് യഥാർത്ഥ ആത്മാഭിമാനം. നിങ്ങൾ കാത്തിരിക്കുമ്പോൾ സമയം മന്ദഗതിയിലാണ്. നിങ്ങൾ വൈകുമ്പോൾ സമയം വേഗത്തിലാണ്. നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ സമയം മാരകമാണ്. നിങ്ങൾ സന്തോഷവാനായി ഇരിക്കുമ്പോൾ സമയം കുറവാണ്. നിങ്ങൾ വേദനിക്കുമ്പോൾ സമയം അനന്തമാണ്. നിങ്ങൾക്ക് വിരസത അനുഭവപ്പെടുമ്പോൾ സമയം വളരെ നീണ്ടതാണ്. ഓരോ തവണയും സമയം നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളിലും മാനസികാവസ്ഥകളാലുമാണ്, അല്ലാതെ ക്ലോക്കുകളല്ല. അതിനാൽ എപ്പോഴും നല്ല സമയം ആസ്വദിക്കൂ. രക്ഷപ്പെടും, എല്ലാം ശരിയാകും എന്ന് വെറുതെ പറയുന്നതല്ല. രക്ഷപ്പെട്ട എല്ലാവർക്കും ഇങ്ങനെ ഒരു കാലം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. സ്വന്തമായി നിലപാടുകൾ ഉള്ളവർക്കേ ശത്രുക്കളുണ്ടാകൂ. അല്ലാത്തവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും. ഒന്നോർക്കുക, നമ്മുടെ ആദർശം മറ്റുള്ളവരുടെ പ്രീതിക്കായി ഇല്ലാതാക്കേണ്ടതല്ല. അത് നമ്മുടെ ശരിയാണ്. നിങ്ങളെ വെറുക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ വെറുക്കരുത്. പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ്. വേദനിപ്പിച്ച മനുഷ്യരിലേക്ക് ഒരിക്കൽ തിരികെ ചെല്ലണം. ജീവിതം പഠിപ്പിച്ചതിന് നന്ദി പറഞ്ഞ് കൈകൊടുക്കണം. കരഞ്ഞിരുന്ന റൂമിലേക്ക് ഒന്നൂടെ മടങ്ങി എത്തണം. വിങ്ങിപ്പൊട്ടിയ നിമിഷങ്ങളെ ആത്മാഭിമാനത്തോടെ ഓർത്തെടുക്കണം. ധീരമായ കണ്ണുകളോടെ ജീവിതത്തിലേക്ക് തിരികെ നടക്കണം. ചില വാതിലുകൾ അടച്ചിടുന്നതാണ് നല്ലത്. അത് അഹങ്കാരം കൊണ്ടല്ല, ദേഷ്യം കൊണ്ടുമല്ല. ആ വാതിൽ തുറന്നിട്ടാലും അതിൽ നിന്നൊരു വെളിച്ചമോ കാറ്റോ ഒന്നും വരാൻ ഒരു സാധ്യതയുമില്ല. വലിച്ചെറിഞ്ഞവരിലേക്ക് വീണ്ടും വലിഞ്ഞു കയറി ചെല്ലരുതേ. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചവരിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്കുമരുത്. അവഗണിക്കപ്പെടുന്നതും അവഹേളിക്കപ്പെടുന്നതും നമ്മുടെ സ്നേഹത്തിന് വിലയില്ലാത്തിടത്താണ്. ഒരിടത്ത് സ്നേഹം കൈപ്പറ്റാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അറിഞ്ഞു തരുന്ന സ്നേഹത്തിന് പരിധികൾ ഉണ്ടാകില്ല. പങ്കുപറ്റാൻ ഒരുപാട് ആളുകളും ഉണ്ടാകില്ല. ചില മനുഷ്യരുണ്ട്, നമ്മളെ അത്രമേൽ നോവിച്ചിട്ട് അവരെ നമ്മൾ നോവിച്ച മട്ടിൽ അഭിനയിച്ച് തകർക്കുന്നവർ. വേറെ ചിലരുണ്ട്, നമ്മളെ മറന്ന് കളഞ്ഞിട്ട് നീ എന്നെ മറന്നൂലേ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവർ. മറ്റു ചിലരുണ്ട്, നമ്മൾ എത്ര സ്നേഹിച്ചാലും തിരിച്ചിങ്ങോട്ട് ഒരു പങ്കുപോലും തരാതെ നിനക്ക് എന്നോട് ഒരു തരി പോലും സ്നേഹമില്ല എന്ന് പറഞ്ഞ് നമ്മളെ പഴിചാരുന്നവർ. യാചിക്കുന്നവൻ്റെ മുന്നിൽ നീ അഹങ്കരിക്കരുത്. അഹങ്കരിക്കുന്നവൻ്റെ മുന്നിൽ നീ യാചിക്കുകയും ചെയ്യരുത്. നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ പേഴ്സണാലിറ്റി എന്ത് തന്നെയാണെങ്കിലും അത് ത്യജിക്കാൻ നമ്മൾ തയ്യാറാവരുത്. അത് ഏതൊരു തൊഴിൽ മേഖലയ്ക്ക് വേണ്ടിയാണെങ്കിലും മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയാണെങ്കിലും. ബി യുവർ സെൽഫ്. നമ്മൾ എപ്പോഴും യുണീക്കാണ്. ആരും തികഞ്ഞവരല്ല. ആരും പൂർണ്ണമാകാൻ അർഹരുമല്ല. ആർക്കും ഒന്നും എളുപ്പമായി നടക്കുകയുമില്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. മറ്റുള്ളവർ എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. അതിനാൽ മറ്റുള്ളവരെ വിധിക്കുകയോ വിമർശിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് താൽക്കാലികമായി നിങ്ങളുടെ നാവുകൊണ്ടുള്ള യുദ്ധം നിർത്തുക. എല്ലാവരും അവരവരുടേതനതായ രീതിയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്.
നിന്റെ ആവശ്യം കഴിഞ്ഞു, ഇനി നിനക്ക് പോകാം. ചിലർ ചിലപ്പോൾ അവരുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മളോട് പറയാതെ പറയുന്ന വാക്കുകളാണിത്. അന്നേരം നമുക്ക് നമ്മളോട് തന്നെ വല്ലാത്തൊരു പുച്ഛം തോന്നും. ആരോടും സ്വയം വിശദീകരിക്കരുത്. കാരണം നിങ്ങളെ വിശ്വസിക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ ഇഷ്ടമാണെന്ന് അഭിനയിക്കുന്ന വ്യക്തി അത് ഒരിക്കലും വിശ്വസിക്കുകയുമില്ല. നിങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ജീവിതം നിങ്ങളെ നോക്കി കളിയാക്കും. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ജീവിതം നിങ്ങളെ നോക്കി ചിരിക്കും. എന്നാൽ നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് കാരണമാകുമ്പോൾ ജീവിതം നിങ്ങളെ സല്യൂട്ട് ചെയ്യും. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മൾ നമ്മളായി ഇരുന്നാൽ മതി. എപ്പോഴെങ്കിലും എല്ലാവർക്കും നമ്മളെ മനസ്സിലായിക്കോളും. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ ഉത്തരവാദിയാണ്. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും നിരാശരാകും. ഒരു സ്ത്രീയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പുരുഷൻ അവളുടെ ചെറിയ കാര്യങ്ങൾ വരെ അറിയാൻ താൽപ്പര്യം കാണിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല. അവർ കഥകൾ കേട്ടിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഒരാൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടായിരുന്നു എന്നറിയാൻ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടിവരും. പക്ഷേ ഒരാൾക്ക് നമ്മളോടുള്ള സ്നേഹം കുറയുന്നുണ്ട് എന്നറിയാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട. ദേഷ്യം അത് കള്ളത്തരം മൂടിവെക്കാൻ വെമ്പുന്ന മുഖംമൂടിയാണ്. മൗനം അത് കലഹം ശമിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ്റെ മുഖംമൂടിയാണ്. കണ്ണുനീർ അത് മനസ്സ് മുറിപ്പെട്ടവൻ്റെ മുഖംമൂടിയാണ്. പുഞ്ചിരി അത് സങ്കടം മറക്കാൻ ശ്രമിക്കുന്നവൻ്റെ മുഖംമൂടിയാണ്. ചിലതൊക്കെ മാജിക്കുകളാണ്. നമ്മൾ ഓർക്കുന്ന നേരങ്ങളിൽ അവർക്ക് നമ്മളെയും ഓർക്കാൻ തോന്നുന്നത്. പ്രിയപ്പെട്ട ഇടങ്ങളിലേക്കുള്ള യാത്രകളിൽ പ്രിയപ്പെട്ട പാട്ടുകൾ കേൾക്കാൻ ഇടവരുന്നത്. കാണാൻ കൊതിക്കുന്ന മുഖങ്ങൾ അവിചാരിതമായി പ്രത്യക്ഷപ്പെടുന്നത്. മാജിക്കുകൾ ഒന്നുമില്ലെങ്കിൽ ജീവിതം എന്തൊരു ബോറായേനെ. വിവാഹം ഒരു തരത്തിൽ ജോലി കിട്ടും പോലെയാണ്. ചിലർ ആ ജോലി എൻജോയ് ചെയ്യുന്നു. മറ്റു ചിലർ റിസൈൻ ചെയ്തു മറ്റൊന്ന് തിരഞ്ഞെടുക്കുന്നു. പിന്നെ ഒരു കൂട്ടം ഡൊണേഷൻ കൊടുത്തു പോയതുകൊണ്ട് മാത്രം റിട്ടയർമെൻറ്റ് വരെ തള്ളി നീക്കുന്നു. ചിലരിപ്പോഴും ഇൻ്റർവ്യൂവിലാണ്. ഇതൊക്കെ കണ്ട് ചിലർ തൊഴിൽ രഹിതരാവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ വിവേകശൂന്യമായ ചോദ്യങ്ങൾക്കുമുള്ള ഏറ്റവും നല്ല ഉത്തരം നിശബ്ദതയാണ്. എല്ലാ നിർണായക സാഹചര്യങ്ങളിലും ഒരു പുഞ്ചിരിയാണ് ഏറ്റവും മികച്ച പ്രതികരണം. ആരെയും കൂടുതൽ സ്നേഹിക്കാനോ കൂടുതൽ അടുപ്പവും കരുതലും കൊടുക്കാനോ പോകരുത്. കാരണം എത്ര മൂല്യമുള്ളതാണെങ്കിലും വെറുതെ കിട്ടുമ്പോൾ അത് വില കുറച്ച് കാണുന്ന സ്വഭാവം മനുഷ്യനുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.